തീർച്ചയായിട്ടും നാടിനെ നശിപ്പിക്കുന്ന, നാടിന്റെ പുരോഗതിയെ തകർക്കുന്ന, നാടിനെ ഇല്ലാതാക്കുന്ന, അതാണ് യാഥാർത്ഥ്യം, ഇല്ലാതാക്കുന്ന വലിയൊരു വിപത്താണ്. അതിനെതിരെ നമുക്ക് ഒന്നിച്ചണിഞ്ഞിരുന്നേ പറ്റത്തുള്ളൂ. അതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമൊന്നുമില്ല. കേരളത്തിന്റെ പൊതുവെയുള്ള പ്രശ്നമാണ് ഈ ലഹരി എന്നുള്ളത്. പ്രത്യേകിച്ച് രാസലഹരി നമ്മുടെ സമൂഹത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ തകർക്കുക, അതിനെ നശിപ്പിക്കുക എന്നുള്ളത് കേരളത്തിന്റെ പൊതുവായ ആവശ്യമാണ്, ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ആവശ്യമാണ്, ഇവിടുത്തെ മാതാപിതാക്കളുടെ ആവശ്യമാണ്. അതുകൊണ്ട് അതിനെതിരെ ഞങ്ങളുടെ പുതുപ്പള്ളി സ്പോർട്സ് ആണ് പ്രധാന ആയുധമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അധികാരികളുടെ കണ്ണു തുറപ്പിക്കുവാനുള്ള സമരങ്ങളും അതിനോടൊപ്പം ഞങ്ങൾ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനുശേഷം ഇന്ന് വൈകിട്ടൊരു സമരം ഞങ്ങളുടെ ഉണ്ട്. എങ്ങനെ ലഹരിയെ തടയണം എന്നുള്ളത് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്, പോലീസ് അധികാരികളോട് ആവശ്യപ്പെടുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സമീപനമാണ് ഞങ്ങൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. സോഴ്സിലേക്ക് എത്തിയില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. അപ്പോൾ സോഴ്സിലേക്ക് എത്തുവാനുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തേണ്ടത്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് പല വാർത്തകളും വരുന്നുണ്ട്. പക്ഷെ അവരെ ഇതിനകത്ത് ലാസ്റ്റ് പ്രതികളെന്ന് ഞാൻ പറയും. അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് വേണേൽ പറയും. നിയമപരമായി തെറ്റാണ്. പക്ഷെ അവരെ ചുറ്റും കടലാണ്, ഡ്രഗ്സിന്റെ കടലാണ്. ആ ഡ്രഗ്സിന്റെ കടലിൽ നിന്ന് അവരെടുത്തു എന്ന് പറഞ്ഞ് അവരെ മൊത്തത്തിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. അതിന്റെ സോഴ്സുകാരെ പിടിക്കാൻ പറ്റില്ലാത്തത് സർക്കാരിന്റെ പിടിപ്പുകാരാണ്. സർക്കാർ നടപടി എടുത്തേ പറ്റത്തുള്ളൂ. സർക്കാർ വിചാരിച്ചാൽ ഒറ്റ നിമിഷം കൊണ്ട് തകർക്കാൻ പറ്റാവുന്ന മാഫിയ ഇവിടെ ഉള്ളൂ. അതിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ സർക്കാർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാം. എന്നുള്ളത് തീർച്ചയായിട്ടും നാടിനെ നശിപ്പിക്കുന്ന, നാടിന്റെ പുരോഗതിയെ തകർക്കുന്ന, നാടിനെ ഇല്ലാതാക്കുന്ന, അതാണ് യാഥാർത്ഥ്യം, ഇല്ലാതാക്കുന്ന വലിയൊരു വിപത്താണ്. അതിനെതിരെ നമുക്ക് ഒന്നിച്ചണിഞ്ഞിരുന്നേ പറ്റത്തുള്ളൂ. അതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമൊന്നുമില്ല. കേരളത്തിന്റെ പൊതുവെയുള്ള പ്രശ്നമാണ് ഈ ലഹരി എന്നുള്ളത്. പ്രത്യേകിച്ച് രാസലഹരി നമ്മുടെ സമൂഹത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ തകർക്കുക, അതിനെ നശിപ്പിക്കുക എന്നുള്ളത് കേരളത്തിന്റെ പൊതുവായ ആവശ്യമാണ്, ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ആവശ്യമാണ്, ഇവിടുത്തെ മാതാപിതാക്കളുടെ ആവശ്യമാണ്. അതുകൊണ്ട് അതിനെതിരെ ഞങ്ങളുടെ പുതുപ്പള്ളി സ്പോർട്സ് ആണ് പ്രധാന ആയുധമായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അധികാരികളുടെ കണ്ണു തുറപ്പിക്കുവാനുള്ള സമരങ്ങളും അതിനോടൊപ്പം ഞങ്ങൾ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനുശേഷം ഇന്ന് വൈകിട്ടൊരു സമരം ഞങ്ങളുടെ ഉണ്ട്. എങ്ങനെ ലഹരിയെ തടയണം എന്നുള്ളത് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്, പോലീസ് അധികാരികളോട് ആവശ്യപ്പെടുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സമീപനമാണ് ഞങ്ങൾ. സാർ, ഇത്രയൊക്കെ സംവിധാനം പോലീസുണ്ട്, എക്സൈസ് ഉണ്ട്, മറ്റു അനുബന്ധ ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ അനുദിനം ഇത് വർദ്ധിച്ചു വരുന്നതേ ഉള്ളൂ. ഒരിക്കൽ പോലും ഇതിന് യഥാർത്ഥ ഉടമകളിലേക്ക് ഈ അന്വേഷണം ചെല്ലുന്നില്ല. എപ്പോഴും ചെറിയ ചെറിയ പിള്ളേരെ, ഈ ബാംഗ്ലൂർ പോയിട്ട് വരുന്ന പിള്ളേർ, അങ്ങനെയുള്ള ചെറിയ ചെറിയ പിള്ളേരുടെ ക്യാരിയറിൽ നിന്ന് മാത്രം ഒരു പിടിച്ച് അവിടെ അവസാനിക്കുക, ഉന്നതന്മാരിലേക്ക് ഒരിക്കലും എത്തുന്നില്ല. എന്താ സാറിന്റെ ഒരു സോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. സോഴ്സിലേക്ക് എത്തിയില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. അപ്പോൾ സോഴ്സിലേക്ക് എത്തുവാനുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തേണ്ടത്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് പല വാർത്തകളും വരുന്നുണ്ട്. പക്ഷെ അവരെ ഇതിനകത്ത് ലാസ്റ്റ് പ്രതികളെന്ന് ഞാൻ പറയും. അവരെ കുറ്റം പറയാൻ പറ്റില്ല എന്ന് വേണേൽ പറയും. നിയമപരമായി തെറ്റാണ്. പക്ഷെ അവരെ ചുറ്റും കടലാണ്, ഡ്രഗ്സിന്റെ കടലാണ്. ആ ഡ്രഗ്സിന്റെ കടലിൽ നിന്ന് അവരെടുത്തു എന്ന് പറഞ്ഞ് അവരെ മൊത്തത്തിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. അതിന്റെ സോഴ്സുകാരെ പിടിക്കാൻ പറ്റില്ലാത്തത് സർക്കാരിന്റെ പിടിപ്പുകാരാണ്. സർക്കാർ നടപടി എടുത്തേ പറ്റത്തുള്ളൂ. സർക്കാർ വിചാരിച്ചാൽ ഒറ്റ നിമിഷം കൊണ്ട് തകർക്കാൻ പറ്റാവുന്ന മാഫിയ ഇവിടെ ഉള്ളൂ. അതിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ സർക്കാർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാം. അങ്ങനെ ആൾ
സൂപ്പർ ഷോട്ടായത്. ചാനൽ പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞാനായിട്ട്. അന്ന് ഞാനവിടെ SME കണ്ടായിരുന്നു തോന്നുന്നു. അറിയോ ആരറിയുന്നത്? ഒരാൾ പറഞ്ഞു കാണുന്നില്ല. ആ പിള്ളേർ അവിടെ ടിവിയിലാണ്. എന്നുള്ളത് തീർച്ചയായിട്ടും നാടിന്